നീറ്റിൽ പുനഃപരീക്ഷയില്ല. വ്യാപക ക്രമക്കേട് കണ്ടെത്താനായില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ചോദ്യചോർച്ചയുണ്ടായെങ്കിലും പരീക്ഷയുടെ പവിത്രത തകർന്നിട്ടില്ലെന്ന് ചീഫ് ജസ്റ്റിസ് നിരീക്ഷിച്ചു. ബീഹാറിലും ജാർഖണ്ഡിലും ചോദ്യപേപ്പർ പുറത്തായതിന്റെ നേട്ടം 155 വിദ്യാർത്ഥികൾക്ക് ലഭിച്ചെന്ന് CBI കോടതിയെ അറിയിച്ചു. പുനഃപരീക്ഷ നടന്നാൽ 24 ലക്ഷം കുട്ടികളെ ഗുരുതരമായി ബാധിക്കുമെന്നും കോടതി വ്യക്തമാക്കി. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഹർജികളിൽ മദ്രാസ് IITയുടെ റിപ്പോർട്ടും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സമർപ്പിച്ച റിപ്പോർട്ടും സൂക്ഷ്മമായി പരിശോധിച്ചാണ് സുപ്രീം കോടതിയുടെ നിർണായക ഉത്തരവ്. ചോദ്യപേപ്പർ ചോർന്നു എന്നതിൽ തർക്കമില്ലെന്നും എന്നാൽ അത് മുഴുവൻ പരീക്ഷയുടെയും പവിത്രതയെ ബാധിച്ചിട്ടില്ലെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. പരീക്ഷാ നടത്തിപ്പിൽ സാങ്കേതിക വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും പുനഃപരീക്ഷ നടത്തേണ്ട സാഹചര്യമില്ല. ചോദ്യപേപ്പർ പുറത്തായതിന്റെ നേട്ടം 155 വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ലഭിച്ചത്. പുനഃപരീക്ഷ നടത്തിയാൽ 24 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾക്ക് ഗുരുതര പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട CBI അന്വേഷണത്തിൽ പ്രതികളായി കൂടുതൽ വിദ്യാർത്ഥികളെ കണ്ടെത്തിയാൽ അവർക്കെതിരെ ഏത് ഘട്ടത്തിലും നടപടിയെടുക്കുവാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. സുപ്രീം കോടതി ഉത്തരവിൽ വ്യക്തിപരമായി ആശങ്കയുള്ള വിദ്യാർത്ഥികൾക്ക് ഹൈക്കോടതിയെ സമീപിക്കാം. ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ രൂപീകരിച്ച 7-അംഗ സമിതിക്ക് കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകും. കൗൺസിലിംഗും പ്രവേശന നടപടികളും തുടരാനും സുപ്രീം കോടതി ഉത്തരവിലൂടെ നിർദ്ദേശിച്ചു. 24 ഡൽഹി.